ഹായ് ഗൈസ്, എല്ലാവർക്കും ബി ടോക്സിന്റെ ഓണാഘോഷ പരിപാടിയുടെ രണ്ടാം ഭാഗത്തിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ ഓണം ഫുള്ളി അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മത്സരത്തിലോട്ട് കിടക്കാം. ലെറ്റ്സ് സീ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ മത്സരമായ ഒരു അടിയിൽ എനിക്ക് ചെറിയ പരിക്ക് പറ്റിയതുകൊണ്ട് നമ്മൾ ആ മത്സരം അങ്ങ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് പുതിയൊരു മത്സരത്തിൽ കിടക്കാം. ഇന്ന് നടക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുന്ദരിക്ക് പൊട്ടുതൊടലാണ്. സോ നമ്മുടെ സുന്ദരി അവിടെ റെഡി ആയിട്ടല്ലേ? ലെഫ്റ്റ് സൈഡ് നമ്മുടെ ടീം എ ഉണ്ട്, അതുപോലെ ടീം ബി ഉണ്ട്. ആൻഡ് ഒരു ചെറിയ ചേഞ്ചസ് കാണാൻ പറ്റില്ലേ? പ്ലേയേഴ്സ് ഒക്കെ മാറിയിട്ടുണ്ട്. ഒരു പുതിയ പ്ലെയർ വന്നിട്ടുണ്ട്, നമ്മുടെ ഷാർലി ടീം ബി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ടീം എയിൽ നോക്കുകയാണെങ്കിൽ ഡോം. അപ്പൊ നമുക്ക് എന്തായാലും മത്സരം എടുക്കല്ലേ? ഇതുവരെ തോറ്റു നിൽക്കുന്ന ടീമിന് ആദ്യം അവസരം കൊടുക്കുക. അതായത് ഇപ്പോഴും ടീം എ 2 പോയിന്റും ടീം ബി 0 പോയിന്റും ആണുള്ളത്. ഓക്കെ, അപ്പൊ ഗൈസ്, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇറങ്ങാൻ പോകുന്നത് ബി ടീമിന്ന് കൊമ്പനാണ്. ക്യാപ്റ്റൻ തന്നെ ഇറങ്ങുവാണ്. നോക്കാം. സൂപ്പർ ഗൈസ്, അടുത്തത് ഞാൻ തന്നെയാണ്, വേറെ ആരുമില്ല. അതെ, തല ഇറങ്ങണം നിൽക്കട്ടോ. നേരെ എങ്ങനെ എനിക്ക് പോകുന്നത്. ഒറ്റ തവണ കുത്തമാണല്ലോ. എന്റെ ചാൻസ് കഴിഞ്ഞു. നമ്മുടെ ബി ടീമിൽ നിന്ന് ജക്ടറാണ് ഇറങ്ങുന്നത്. ഓക്കെ, അടുത്ത നമ്മുടെ ടീമിൽ നിന്ന് ഇവിടെ വാസ്കോള കാഴ്ച ഇറങ്ങുന്നത്. കൈ കുത്തിയതാണവൻ. കൈ കുത്തിയതാ. അവൻ കൈ കുത്തി നോക്കുവാണ്. പിന്നെന്താണ് കൈ കുത്തി നോക്കണില്ല. കൈ കുത്തി നോക്കിയാ അതെന്ത് ഇങ്ങനെ കൈ കുത്തി നോക്കി അറിയാൻ പറ്റൂ? അത് നടക്കണ്ട. എല്ലാവരും വേണ്ട വേണ്ട. ഇല്ലില്ല, ഒന്ന് അവിടെ കുത്തി, ഒന്ന് ഇവിടെ കുത്തി. ഇതെന്താ പറ്റത്തില്ല, അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല. നെറ്റിക്കൊന്നുമല്ല. നീ ഇവിടെ കുത്തി, നീ ഇവിടെ കുത്തിയിട്ട് നീ അവിടെ പേപ്പറില്ലെന്ന് കണ്ടപ്പോ ഇല്ലില്ല, അവരവിടെ പേപ്പറില്ലെന്ന് കണ്ടപ്പോ നൈസായിട്ട് കൊണ്ടുവന്ന. അത് നടക്കത്തില്ല. അതെന്താ പരിപാടിയാ? അത് പറ്റത്തില്ല, പറ്റത്തില്ല. നമ്മൾ തന്നിക്കില്ല, അത് നമ്മൾ തന്നിക്കുന്നില്ല. വേണ്ട വേണ്ട. ഓക്കെ ഓക്കെ ഫസ്റ്റ് കൈ ഗൈസ്. അപ്പോൾ ബി ടീമിൽ നിന്ന് അടുത്തത് AK ടോക്കാണ് ഇറങ്ങുന്നത്. നേരെ തന്നെ, നേരെ തന്നെ, നേരെ 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 ഇവിടെ വെച്ചോ, ഇവിടെ ഒട്ടിച്ചിട്ട് നീ പോയാ മതി. ഗൈസ്, അപ്പൊ നമ്മുടെ എ ടീമിൽ നിന്ന് ഡോമാണ് ഗൈസ് ഇറങ്ങുന്നത്. ഡോം ആയോ?
എവിടെയെന്ന് കുത്ത കുത്തനെയല്ലേ കൊറേ നേരമായല്ലോ. ഇവന് അവരുടെ ടീമാടാ, ഇവന് അവരുടെ ടീം, അവരുടെ സൗണ്ട് പുതിയ ഇറക്കുമതി സൂപ്പർ. ബി ടീമിന്ന് ചാർലിയാണ് ഇറങ്ങുന്നത്. ചാർലി 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 പിടിച്ചോണ്ടാണ് നമ്മള് കണ്ടത്. അയ്യോ പിന്നെ വീഴാണ്ടിരിക്കുന്ന ചെറിയ കുട്ടിയല്ലേ നമ്മളോടാ തക്കാളി. ആ വണ്ടിമാർ ഇപ്പഴേ കാണണ. ചാലേ 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 നമ്മുടെ ക്യാപ്റ്റൻ ആണ്. നമ്മള് അങ്ങനെ അതിന്റെ ആവശ്യമില്ല. നമ്മള് കഴിഞ്ഞ മൂന്നാളി നമ്മള് കളക്കത്തര കാണിച്ചിട്ടല്ലല്ലോ ജയിച്ചത് അല്ലേ? അല്ല അതെ. എവിടെയാണ് അവന്റെ കൈ കൊണ്ടുവന്നോ കെട്ട് കഴിഞ്ഞതുകൊണ്ട് ഒരു ചാൻസ് കൂടി നമ്മള് കളഞ്ഞു കൊടുക്കും. കെട്ട് കഴിഞ്ഞതല്ല, കെട്ട് ഇങ്ങനെ പൊക്കിയത്. ഇപ്പൊ ലാസ്റ്റ് റൗണ്ട് മാത്രം വന്നേക്കുന്നത്. അത് പറ്റത്തില്ല, ബാക്കി എല്ലാവരും അതിലും വന്ന് പറഞ്ഞായിരുന്നു. അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യമേ കയറി ഒന്ന് സംസാരിക്കണായിരുന്നു. ഞങ്ങളെ ജയിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ, ഇവര് ഭാര്യ ഭർത്താവ് ഒക്കെ ഒരു ടീമാ. അവര് എ ടീമിനോടാ ചേർന്നിക്കണേ. അത് കൈ പോലെ കുത്തിയില്ല. ഇവിടെ വന്നപ്പോ തന്നെ അത് ഇവിടെ തന്നെ വന്നപ്പോ നീ കുത്തിയതാണ്. കൈ കൊള്ളിച്ച അവിടുന്ന് മുതൽ ഇതുവരെ കൊണ്ടുവന്ന ചെക്ടറല്ല കേട്ടോ. അതല്ലേ പിന്നെ ആ പൊട്ടനോട് പറയാത്. ഇത് അവിടുന്ന് മുതൽ ഇതുവരെ ചാനലിൽ കൊടുത്തേക്കുന്നത് ഇല്ല. ഇതാരും ജയിച്ചു നോക്കിക്കാ. അങ്ങനെയല്ല, ഏറ്റവും അടുത്ത് വരുന്ന ആരാണോ ആരാളും ജയിക്കണേ. അങ്ങനെയാണോ പുരികത്തിന് മുകളിലും ഈ മുടിയുടെ ഇടയിലും ഇത് ഭാര്യ ഭർത്താവ് ഒരു ടീം. കണ്ണീര് തുടച്ചിട്ട് പറയണം, സമ്മതിക്കത്തില്ല. കണ്ണീര് തുടച്ചിട്ട് പറയണം. അപ്പൊ അടുത്തത് ആമീസ് ആണ്. സ്വന്തമായിട്ട് പൊട്ടുത്താൻ പോണ കേസ്. സ്വന്തം ഫോട്ടോക്ക് പൊട്ടുത്താൻ വേണ്ടി പോണേ. ക്യാമറയിൽ അപ്പൊ ആമീസ് ജയിച്ചിരിക്കുന്നു. ഈ പോയിന്റ് ആമി ഒരു ടീമിന് കൊടുക്കാൻ തയ്യാറാണ്. ആമി ആമിക്ക് ആളിഞ്ഞു മാറി. അടലി ബിയാനെ പറയാ. അയ്യേ അയ്യേ. കൊമ്പൻ ചേട്ടനാണോ
കള്ളം ചേട്ടൻ ടീമിന് കൊടുക്കണം. ഇവരെ ഊക്കാൻ കിട്ടിയ അവള് വിടൂല, ഇവരെ ഊക്കിക്കൊണ്ടിരിക്കും. ഈ കളി ജയിച്ചിരിക്കുന്ന ആരാണ്? അപ്പൊ ഗൈസ് ഈ മത്സരത്തിന്റെ ഫൈനൽ കഴിഞ്ഞിരിക്കുന്നു. ടീം എ 3 പോയിന്റ്. മത്സരമാണ് നമ്മളത് കാര്യമാക്കുന്നില്ല. ഗൈസ് അപ്പൊ നമ്മുടെ ഇന്നലെ നടന്ന നമ്മുടെ വടംവലി മത്സരത്തിന്റെ സമ്മാനദാനം നടക്കാൻ വേണ്ടി പോവാണ്. ടീം എ ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ ടീം ബി ഉണ്ട്. സ്വാഭാവികം അറിയാലോ ആരാ ജയിച്ചെന്നുള്ളത്. നമ്മൾ തന്നെ വേറെ ആരല്ല, നമ്മൾ റയാൻ മിസ് ചെയ്യുന്നല്ലേ. ഗൈസ് അപ്പൊ നമ്മുടെ അടുത്ത മത്സരമായ സ്പൂൺ റേസ് നടക്കാൻ വേണ്ടി പോവാണ്. സോ അപ്പൊ രണ്ട് ടീമുകളും റെഡി ആയി നിൽക്കുന്ന അവിടെ പ്രിപ്പറേഷനിലാണ്. ആദ്യമായിട്ട് നമ്മുടെ കള്ളനും കൊമ്പനും തന്നെയാണ് ഇറങ്ങാൻ പോകുന്നത്. അതായത് രണ്ട് ടീമിന് ക്യാപ്റ്റന്മാര്. എന്താ നാരങ്ങയിലൊക്കെ എന്തിനാ ചെയ്ത് വെക്കുന്നതാ? നാരങ്ങയിൽ കൂടോത്രം, നാരങ്ങയിൽ കൂടോത്രം. റെഡി 1 2 3 സ്റ്റാർട്ട്. രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാനുണ്ട്, അതുപോലെ ഒക്കെ ഉണ്ട്. 3 2 1 ഗൈസ് അപ്പൊ നമ്മുടെ മൂന്നാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എ ടീമിന്ന് വാസ്കോ ആൻഡ് ബി ടീമിന്ന് ചാർലി. വെയിറ്റിംഗ് ഫോർ ദ വിസിൽ. ഫൈനൽ റൗണ്ടിലോട്ട് കിടക്കുവാണ് ഗൈസ്. ഓക്കെ 2-1 എന്നുള്ള റൗണ്ടിലാണ് നിൽക്കുന്നത്. ഇപ്പോ എ ടീമിന് ഡോം ഉണ്ട്, അതുപോലെ തന്നെ ബി ടീമിന് ജക്ടർ ഉണ്ട്. ഇതിന്റെ റിസൾട്ട് നിർണ്ണയിക്കുന്ന ഒരു റൗണ്ട് ആണ് ഇതിന് സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഗൈസ് ആര് ജയിക്കുന്നില്ല. ഞാനും കൊമ്പരും. കൊമ്പനെ മൈനസ് ആക്കി. കളകളി കളിച്ച് നമുക്ക് 2 പോയിന്റ്. ടീമിനാണോ ബി ടീമിനാണോ? ചവക്കണേ പായിന്റ് കൊടുക്കാതെ കഴിഞ്ഞ 5 മത്സരങ്ങളിൽ നമ്മൾ ഒരെണ്ണം ക്യാൻസലായി. 4 മത്സരങ്ങളിൽ നോക്കുമ്പോൾ 4-0. നമ്മുടെ അടുത്തൊരു മത്സരം ആരംഭിക്കാൻ വേണ്ടി പോകുന്ന സ്പെഷ്യൽ സാധനമാണ്. എന്താന്ന് അറിയോ? മിഠായി പെറുക്കലാണ്. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ മിഠായിക്ക് റെഡിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും മത്സരം കിടക്കാം. 2 റെഡി അല്ലേ? റെഡിയാണോ? നോക്കാൻ റെഡിയാണോ? നോക്കാൻ റെഡിയാണ്. ഓക്കെ, ഉണ്ടാക്കരുത്. അമ്മേ എല്ലാവർക്കും ആർക്കാണ് കൊടുക്കുന്നത്? ചേട്ടനാണോ കള്ളം ചേട്ടനാണോ? നല്ല വെച്ച് എണ്ണാ നിക്കണ്ട, അവരുടെ ജയിച്ചു. എങ്ങനെയാ അതെങ്ങനെയാ അതിങ്ങനെ അയ്യോ പിന്നെ ഞങ്ങളുടെ കൂടുതൽ അവരെന്നെ ചേരണോ? പിന്നെ അവര് പറയും. ഗൈസ് അപ്പൊ നമ്മുടെ മുട്ടായി എണ്ണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. കാണുമ്പോ തന്നെ അറിയാം എ ടീമാന്റെ കൂടുതൽ നല്ല നമുക്ക് എണ്ണി നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ് അപ്പൊ നമ്മുടെ മുട്ടായി വർക്കുള്ള റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോകുന്ന ടീം എ തന്നെയാണ് സ്വാഭാവികം ജയിച്ചിട്ടുള്ളത്. 5 പോയിന്റ്.
ഗൈസ്, അപ്പോൾ നമ്മുടെ അവസാനത്തെ മത്സരത്തിലോട്ട് നമ്മൾ കിടക്കാൻ വേണ്ടി പോവാണ്. വേറെ ഒന്നല്ല, നമ്മുടെ കസേര കളിയാണ്. അതിനുവേണ്ടി കസേരയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ടീം എയും ബിയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ മത്സരത്തിലോട്ട് പോവാം. അല്പം പോകണ്ടേ, കൊമ്പ് പോകണ്ടേ. ആ അടി എല്ലാരും ടീം ബിക്ക് ഒരു കയ്യടി കൊടുക്കണം. ഒരു കളിയെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ 6 മത്സരങ്ങൾ പിന്നിട്ടുകൊണ്ട് നമ്മുടെ ഓണാഘോഷ പരിപാടി എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മള് സമ്മാനദാനങ്ങൾ നടത്താൻ പോവാണ്. അപ്പൊ നേരത്തെ മിഠായി പറക്കുന്നതിൽ ആരാ ജയിച്ചേ? അപ്പോ അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കാൻ പോവാണ്. കണ്ണാടി നയിച്ചുകൊണ്ട് തോൽവികൾ ഏറ്റുവാങ്ങിയ ടീമിന്റെ സമ്മാനദാനം. പൊട്ടുകുത്തി ആരാണ് ജയിച്ചത്? നമ്മുടെ ടീം. ട്രേ ആയിട്ട് പോയിട്ട് 2 ടീമിന് സമ്മാനം കൊടുക്കുകയാണ്. 2 വെച്ച് കൊടുത്താൽ ഇവർക്ക് പേന, ചാമ്പ്യന്മാർക്ക് കപ്പ് കൊടുക്കാൻ പോവാണ്. 5-1 കളത്ര 5-1. ഒരു പരിപാടിയില്ലാതെ നമ്മുടെ ഓണം എന്തായാലും അവസാനിക്കില്ല. മറ്റൊന്നല്ല, നമ്മുടെ പുലിക്കളിയാണ്. അപ്പോൾ നമ്മുടെ ബൂട്ട് ക്യാമ്പ് ബോയ്സ് പുല്ലിന്റെ വേഷമൊക്കെ കെട്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരെല്ലാവരും ഇൻവൈറ്റ് ചെയ്യാം. ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന വിധം നിങ്ങളെ ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കുവാനും എന്റർടൈൻ ചെയ്യിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവർക്കും കൂടാതെ നമ്മുടെ ഒപ്പം ഇല്ലാത്ത ഹിപ്പുവിനെ വക്രീനെ നമ്മൾ ഈ നിമിഷത്തിൽ ഓർക്കുന്നു. നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ഓണം ആഘോഷിക്കുക.